വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് മത്തി വെച്ചുകൊണ്ട് തിക്ക് ഗ്രേവി ആയിട്ടുള്ള ഒരു കറിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം. ഞാനിവിടെ ചെറിയ മത്തിയാണ് എടുത്തിട്ടുള്ളത്. 1/2 കിലോയോളം മത്തി വൃത്തിയാക്കി കഴുകി വെച്ചിട്ടുണ്ട്. 2 വലിയ ടീസ്പൂൺ കുരുമുളകാണ് എടുത്തു വെച്ചിട്ടുള്ളത്. എരിവിന് വേണ്ടി കുരുമുളക് മാത്രമാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഒരു 10 അല്ലിയോളം വെളുത്തുള്ളിയും 1 ടീസ്പൂൺ ഉപ്പും എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു ചെറിയ തക്കാളി വളരെ ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുള്ളതാണിത്. 10 അല്ലിയോളം ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് നാളികേരത്തിൻ്റെ 1 മുറിയുടെ പകുതിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ആവശ്യത്തിന് കറിവേപ്പില, ഒരു ചെറിയ നെല്ലിക്കയുടെ വലുപ്പത്തിൽ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ളതാണ്. ഇനി നമ്മൾ കറി വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിലേക്ക് മത്തി നിരത്തി വയ്ക്കുക. അതിലേക്ക് തക്കാളി, കുറച്ച് വേപ്പില, നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉള്ളിയുടെ പകുതി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ആഡ് ചെയ്ത് എടുത്തു വെച്ചിരിക്കുന്ന പുളി നന്നായി പിഴിഞ്ഞതിന് ശേഷം ആ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. വളരെ കുറവ് വെള്ളം മാത്രമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇത് ഒരുപാട് വാട്ടറി ആയിട്ടുള്ള ഒരു ഫിഷ് കറിയല്ല, ഒരു തിക്ക് ഗ്രേവിയാണ് ഈ കറിക്കുള്ളത്. എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം അടുപ്പിൽ വെച്ച് ഒരു മൂടി വെച്ച് നമുക്കൊന്ന് അടച്ചു കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് അരപ്പ് തയ്യാറാക്കിയെടുക്കാം. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നാളികേരവും കുരുമുളകും വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ചെറുതായൊന്ന് അരച്ചെടുക്കാം. ഇനി വീണ്ടും കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് ഒന്ന് അരച്ചെടുക്കാം. ഒരു 1/4 ഭാഗത്തോളം അരഞ്ഞാൽ മതി. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമ്മുടെ അരപ്പിന് ആവശ്യമായിട്ടുള്ളത്. നമ്മുടെ കറിയും മത്തിയും എല്ലാം നന്നായി വെന്ത് പാകമായിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ നാളികേരം ഒഴിച്ചു കൊടുക്കാം. അരപ്പ് കറിയിലേക്ക് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം തിള വരുമ്പോൾ 1 മിനിറ്റ് കൂടി നമുക്കൊന്ന് തുറന്ന് വെച്ച് വേവിക്കാം. താളിക്കുന്നതിന് വേണ്ടി കുറച്ച് വെളിച്ചെണ്ണയിലേക്ക് വളരെ കുറച്ച് ഉലുവയും ബാക്കിയുള്ള ചെറിയ ഉള്ളിയും ഇട്ട് കൊടുക്കാം. ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് കറിവേപ്പില കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഉള്ളിയും ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ കൊടുക്കാനും മറക്കരുത്. ഇപ്പോൾ ഉള്ളിയെല്ലാം നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറിലേക്ക് മാറിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം 2 മിനിറ്റ് മൂടി വയ്ക്കും. താളിപ്പിൻ്റെ സ്മെല്ലെല്ലാം കറിയിലേക്ക് പിടിക്കുന്നതിന് വേണ്ടിയാണ് മൂടി വയ്ക്കുന്നത്. ഇനി ഒരു സെർവിങ് ബൗളിലേക്ക് ഈ കറിയെ നമുക്ക് മാറ്റാം. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റാണ് ഈ ഒരു കറിക്കുള്ളത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.